ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ജിത രാജൻ ഹിയർ. ഞാനിന്ന് സംസാരിക്കുന്നത് ആപ്പിൾ സിഡർ വിനെഗർ. ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ആക്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആപ്പിൾ സിഡർ വിനെഗറും നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ചും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് വരുന്നത് 5.5 ആണ്. സ്കിന്നിൻ്റെ പി എച്ച് വരുന്നത് സ്ലൈറ്റ്ലി ആസിഡിക് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച്. നമ്മൾ സ്വെറ്റ് ആവുന്ന സമയത്തും അതുപോലെ തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും കുറച്ചും കൂടി കുറയും നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച്. ഏകദേശം 4.4 ടു 5.5 ആ റേഞ്ചിൽ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് വരും. നമുക്ക് ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ പി എച്ച് നമുക്ക് നോക്കുമ്പോൾ 2 to 3 ആണ് പി എച്ച് വരുന്നത്. നല്ലപോലെ അസിഡിക് ആണ് ആപ്പിൾ സിഡർ വിനെഗർ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അതായത് 250 ml വാട്ടറിൽ 1 ടേബിൾ സ്പൂൺ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിൽ വരുന്ന ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോഴ്സൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിമ്പിൾസ് കുറയ്ക്കാനായിട്ട് ഒരു വഴിയില്ല. കാരണം എന്ന് പറയുന്നത് പിമ്പിൾസ് മെയിനായിട്ടും നമ്മുടെ ശരീരത്തിലെ ആൻഡ്രോജൻ ലെവൽ ഇൻക്രീസ് ചെയ്യണ കാരണമാണ്. ആൻഡ്രോജൻ ലെവൽ കൂടുമ്പോഴാണ് പിമ്പിൾസ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബ് കട്ട് ചെയ്യണം, നമ്മൾ ഷുഗർ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതോടൊപ്പം തന്നെ വൈറ്റമിൻ എ അല്ലെങ്കിൽ സിങ്കിൻ്റെ ഇൻടേക്ക് കൂട്ടണം. അപ്പോൾ വൈറ്റമിൻ എയുടെ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കോഡ് ലിവർ ഓയിലാണ്, ഫിഷ് കോഡ് ലിവർ ഓയിലാണ്. പിന്നെ സിങ്ക് എന്ന് പറയുമ്പോൾ പംകിൻ സീഡ്, ആൽമണ്ടിലൊക്കെ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്.